ശ്രീ നിഷികാന്ത് അവരുടെ ആശംസകൾ അറിയിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി സുഭഗ മാണിക്കൻ, ജനറൽ സെക്രട്ടറി സുമ ഹരിദാസ് അവർകൾ, കുട്ടപ്പൻ അടക്കം, വക്കീലടക്കം, കുമാരൻ സാർ അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയം വളരെ ദീർഘിച്ചു പോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെയും വണ്ടി ഉടൻ തന്നെ ഉണ്ട്. ആ വണ്ടി നമ്മൾക്ക് എല്ലാവർക്കുമുള്ള അവസാനത്തെ വണ്ടിയാണ് ഇപ്പോൾ ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും അധികം നമ്മൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വോട്ടിടുന്ന സമയം വരെയുള്ള കാലഘട്ടമാണ്. നമ്മൾ വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആകുന്ന സമയം. ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ നമ്മൾ VIP-കളായി തുടരുന്നത്. വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ട. ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു എന്താണ് ആവശ്യം, നിങ്ങൾക്ക് വേണ്ടത് അതിങ്ങോട്ട് എഴുതി തരൂ, ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവാണ് എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരെ കൊണ്ട് സാധിച്ചില്ല, 3ാമത്തെ ടീമിൽ അത് റെഡിയാക്കി തരാമെന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? എന്തിനാണ് നമ്മളെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ നമ്മൾ അതിപിന്നോക്ക വിഭാഗങ്ങൾ ഇന്ന് കണ്ടല്ലോ നിങ്ങൾ. സത്യത്തിൽ ഇത്രയും അഭിമാനമുള്ള ഒരു നിമിഷം മറ്റ് ജീവിതത്തിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല. കോരിത്തെരിച്ച ഒരു നിമിഷമാണ് MBCF-ന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വടുക സമുദായ സാംസ്കാരിക സമിതിയുടെ വനിതകൾ, മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷന്റെ ഏറ്റവും അതിശക്തമായ പ്രബലമായ അംഗസംഘടനയായ VSSS-ന്റെ വനിതകൾ പാലക്കാടിന്റെ നഗരവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ ഞാൻ അഭിമാനം കൊണ്ടു. അത്തരമൊരു സമുദായത്തിന്റെ, അത്തരമൊരു സമുദായ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ് ഞാൻ എന്ന് പറയുവാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്വയം ആത്മവിശ്വാസവും എനിക്ക് അത്രമാത്രം മനസ്സിന് ഒരുപാട് സംതൃപ്തിയുമുള്ള ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് ഈ വനിതകളുടെ ഈ പ്രകടനം, ഈ ജാഥ, ഈ റാലി അതിഗംഭീരമായി വിജയിപ്പിച്ച വനിതകളെ അഭിസംബോധന ചെയ്യുന്നതിനും അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം കുട്ടപ്പൻ ചെട്ടിയാർ സാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞങ്ങൾ നിർത്താതെ ഓടുകയാണ്. അതിന്റെ ഫലമാണ് ഈ 5 കാര്യങ്ങൾ ഒരു മുന്നണിയുടെ മാത്രം പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത്. അതിനെത്രമാത്രം കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം. പൂർണ്ണ OEC ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ചെറിയ കാര്യമൊന്നുമല്ല. പൂർണ്ണ OEC, മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളുടെ വരുമാന പരിധി എടുത്ത് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെറിയ കാര്യമല്ല. ഓപ്പർച്യൂണിറ്റി കമ്മീഷനെ രൂപവത്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് എത്ര അവസരം കിട്ടി, എത്ര ഗവൺമെന്റ് ജോലിക്കാരെ കിട്ടി, ഈ സമുദായത്തിന്റെ അംഗസംഖ്യ അനുസരിച്ചിട്ടുള്ള പ്രാതിനിധ്യം നിങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധിക്കുന്ന കമ്മീഷനെ രൂപവത്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയൊക്കെ പോരെ നമ്മൾക്ക്? ഇത് ഉൾപ്പെടുത്തുവാൻ പെട്ട പാട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ നിങ്ങളുടെ സ്നേഹവും ആ വിശ്വാസവും ആ നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ സമുദായത്തോട് കാണിക്കണം. വടുക സമുദായ സാംസ്കാരിക സമിതി ഒരു നിലപാടെടുക്കുമ്പോൾ അതിലെ ജനവിഭാഗങ്ങൾ, അതേത് നിലപാടായാലും, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടായാലും, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലെ നേതാക്കൾക്ക്, ശ്രീ അഡ്വക്കേറ്റ് M. രവീന്ദ്രന്, ശ്രീ കുമാരന്, ശ്രീമതി സുമാഹരിദാസിന് നിങ്ങളുടെ പിന്തുണ നൽകി അവർ പറയുന്നിടത്ത് വോട്ട് ചെയ്യുവാൻ. നമ്മളൊരു കളിപ്പാവിയൊന്നുമല്ല ആരുടെയും. നമ്മൾ പറ്റിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ്. നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ നിറത്തിലല്ല രാഷ്ട്രീയം, കുറെ ചിഹ്നങ്ങളല്ല രാഷ്ട്രീയം. നമ്മളെ ഈ മണ്ണിൽ ഉയർത്തുവാൻ, നമ്മൾ ഈ മണ്ണിന്റെ മക്കളാണ്, നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്, വളരുന്നവരാണ്. നമ്മളുടെ കുട്ടികൾക്കും പഠിക്കണം, നമ്മൾക്കും ഇവിടെ ജീവിക്കണമെന്ന് ഇവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഉള്ളൊരു അവസരമാണിത്. ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരാൾക്കും
നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. വന്ന് പ്രസംഗിച്ചിട്ട് പോകാം. ഇവരെ ഒന്നും വെറുതെ കൈയടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വിടരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. കാരണം അവർ നമ്മളുടെ പ്രശ്നങ്ങൾ പഠിച്ച്, മുൻപേ പറഞ്ഞല്ലോ, നിങ്ങൾ വനിതകൾ ഇവിടെ നിയമസഭയിലേക്കും മറ്റും സ്ഥാനാർത്ഥിയായി നിന്ന് വരണമെന്ന്. താങ്ക് യു വെരി മച്ച്. ദയവായിട്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഒന്നും രണ്ടും വേണ്ട, ഒരു 3% സംവരണം അതിപിന്നാക്ക വിഭാഗങ്ങൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു അപേക്ഷ, അല്ലെങ്കിൽ അത് നടപ്പാക്കി തന്നാൽ അടുത്ത വോട്ട് തരും എന്തുമാത്രം പറഞ്ഞുകൊണ്ട്. അതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് 3% സംവരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ 3% മതി ഞങ്ങളുടെ വനിതകൾക്ക് മത്സരിക്കാൻ, ഞങ്ങൾ പിന്നാക്കക്കാർക്ക് മത്സരിക്കാൻ. അല്ലാതെ ഒരാളും നമ്മൾക്കൊരു സ്ഥാനം തരില്ല മത്സരിക്കാൻ, നിയമസഭയിലേക്കും നമ്മൾക്ക് തരില്ല ആരും. അപ്പോൾ ആ 3% മാത്രം നേടിയെടുത്തു തരൂ. 4 സീറ്റിൽ നമ്മളുടെ ആളുകൾ ഉണ്ടാകും നിയമസഭയിൽ. അതിന് മാത്രം കഴിയുമെങ്കിൽ അടുത്ത വോട്ട് നിങ്ങൾക്കാണ്. ഇത്തവണ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞുപോയി, ക്ഷമിക്കുക. കാരണം ഞങ്ങളെ പരിഗണിച്ചത് അവർ മാത്രമേ ഉള്ളൂ. മടുക സമുദായ സാംസ്കാരിക സമിതിയുടെ വനിതാ വേദിക്കും അവരുടെ പ്രകടനത്തിനും അതിമനോഹരമായ അതിഗംഭീരമായ തിരുവാതിരയ്ക്കും നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ ഈ ഒത്തൊരുമയ്ക്കും നിങ്ങളുടെ ഈ സ്നേഹത്തിനും MBCF-നോടുള്ള നിങ്ങളുടെ ഈ പറയുന്ന ആ ഒരു അടുപ്പത്തിനും എല്ലാത്തിനും നന്ദി പറയാൻ വേണ്ടി കൂടിയാണ് ഇത്രയും ദൂരം ഞങ്ങൾ പിന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, അവസാന വണ്ടിയാണിത്. ഇവിടെ ആര് കേരളത്തിൽ ഭരണത്തിൽ വരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവർ വന്നാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുത്ത് തരുമെന്നുള്ളവർക്ക് മാത്രമേ നിങ്ങൾ കുത്താവൂ. താങ്ക് യു വെരി മച്ച്. MBCWF-ന്റെ സംസ്ഥാന പ്രസിഡന്റ്